എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കാണുക, കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ കഴിവതും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസർട്ടൺ ആൻഡ് റീസൺ ആണ് കേട്ടോ. എ ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atm പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റർ അറ്റ് 4 atm പ്രഷർ. മനസ്സിലായല്ലോ. ഏതോ ഒരു ഗ്യാസ് എങ്ങനെയാണ് 44 ലിറ്റർ ആണ് ഗ്യാസ്, അത് 1 atmosphere പ്രഷറിലാണ് ഇരിക്കുന്നത്. അതെന്തായിട്ട് കംപ്രസ് ചെയ്തിട്ട് 11 ലിറ്റർ ആക്കുന്നുണ്ട്. അപ്പോഴാണ് 4 atm പ്രഷറാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ബോയ്സ് ലോ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക. ആദ്യമേ നിങ്ങൾ ഇവിടെ നോക്കുക. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 1 atm പ്രഷർ ആയിരുന്നു. 1 atm പ്രഷറിൽ 44 ലിറ്റർ ആയി. ആ പ്രഷർ 4 atm ആയപ്പോൾ എന്താണ് ലിറ്റർ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 11 ലിറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം എന്തും തമ്മിലുള്ള റിലേഷനാണ്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. അപ്പം പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഏത് ലോ ആണ് ഉദ്ദേശിക്കുന്നത്? ബോയ്സ് ലോ ആണ്. അപ്പം അക്കോർഡിംഗ് ടു ബോയ്സ് ലോ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അപ്പം അസോർട്ടണും റീസണും തന്നിട്ടുണ്ട്. ഇനി ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും അസേർട്ടണും റീസണും കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസേർട്ടൻ്റെ ശരിയായ വിശദീകരണമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ, അത് കറക്റ്റ് ആ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. ഇതവിടെ നോക്കുക, പ്രഷർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോളിയം ആയിരുന്നു. പിന്നെ പ്രഷർ കൂടിയപ്പോൾ വോളിയത്തിന് അവിടെ ചേഞ്ച് ഉണ്ടായി, വോളിയം കുറഞ്ഞു. അത് ബോയ്സ് ലോ അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അത് കറക്റ്റ് ആണല്ലോ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി രണ്ടാമത്തെ നോക്കിയേ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട്. അത് നമ്മൾ നോക്കണ്ട. ആറ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണല്ലോ. എ ഈസ് ട്രൂ ബട്ട് അതൊക്കെ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബോയ്സ് ലോയിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. സെക്കൻഡ് വൺ എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇലൂസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ്. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റന്റ് എങ്ങനെയാണ്? എന്താണ് ഇവിടെ കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്, മാസും സ്ഥിരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ഇല്ലേ? വിച്ച് ഗ്യാസ് ലോ ഈസ് ദിസ് ഗ്രാഫ് റിലേറ്റഡ് ടു? ഈ ഗ്രാഫ് റിലേറ്റ് ചെയ്യുന്ന ഏത് ഗ്യാസ് ലോയുമായിട്ടാണ്? വോളിയം ടെമ്പറേച്ചറും ഏത് ഗ്യാസ് ലോ ആണ്? ചാൾസ് ലോ ആണ് അല്ലേ? ചാൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ഇത്, വോളിയവും ടെമ്പറേച്ചറും. മനസ്സിലായല്ലോ. ഇനി ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് അറ്റ് 600 കെൽവിൻ? അതായത് 300 കെൽവിനിൽ 150 ലിറ്റർ ആയിരുന്നു വോളിയം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 600 കെൽവിനിൽ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാൾസ് ലോ ആണല്ലേ. അപ്പം ചാൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം V പ്രപ്പോർഷണൽ ടു T എന്നാണല്ലേ നമ്മൾ ചാൾസ് ലോ പഠിച്ചിട്ടുള്ളത്. അപ്പം ടെമ്പറേച്ചർ T1ഉം വോളിയം V1ഉം അതുപോലെ തന്നെ ടെമ്പറേച്ചർ T2 വോളിയം T2 ആകുമ്പോൾ റിലേഷൻ ഏതാണ്? ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? V1 അല്ലേ? V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2 ആണ് നമ്മുടെ റിലേഷൻ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആദ്യമേ ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട് അല്ലേ? 300 കെൽവിൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 ലിറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? T2 അല്ലേ? T2 തന്നിട്ടുണ്ട്, 600 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ദെൻ V2 ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ല. അപ്പോൾ ഇക്വേഷൻ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V2 T1 ഈസ് ഈക്വൽ ടു V1 T2 എന്ന് എഴുതാം. നമുക്ക് V2 അല്ലേ വേണ്ടത്. അപ്പോൾ V2ലേക്ക് ഇക്വേഷൻ മാറ്റുക. V2 ഈസ് ഈക്വൽ ടു V1 T2 ഡിവൈഡ് ബൈ T1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എത്രയാണ്? 150 എന്ന് തന്നിട്ടുണ്ട്. T2 എത്രയാണ്? 600 ആണ്. അതാ നോക്കുക. T1 എന്ന് പറഞ്ഞാൽ 300 ആണ്. മനസ്സിലായല്ലോ. അതായത് ഇതൊന്നും പോവും. ഇവിടെ എത്ര വരും? 2 വരും. 150 × 2 എന്ന് വരുമ്പോൾ എത്രയാണ്? 300 അല്ലേ? 300 ലിറ്റർ അല്ലേ? അപ്പോൾ V2 എത്ര കിട്ടി? 300 ലിറ്ററിന് കിട്ടി. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് വൺ ആണ്. 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് X മോളിക്യൂൾസ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അതർ ഗ്യാസ് സാമ്പിൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 10 ലിറ്റർ ഓഫ് ഓക്സിജന് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറുമാണ് എക്സ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്. ഇത് ഏത് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്? അവഗാഡ്രോ ലോയുടെ ആപ്ലിക്കേഷനാണ് വരുന്നത് കേട്ടോ. അതായത് സെയിം ടെമ്പറേച്ചറും പ്രഷറുമാണ്
അപ്പോൾ എന്താണ് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അത് അവഗാഡ്രോ ലോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ, അതായത് സെയിം പ്രഷർ സെയിം ടെമ്പറേച്ചർ, ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ എക്സ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിൽ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ എന്തുമാത്രം മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കും, ഇത് ഏത് ലോ ആണ്? അവഗാഡ്രോ ലോ ആണ് കേട്ടോ. ഈക്വൽ വോളിയം ഇല്ലേ? വോളിയം എങ്ങനെയാണ്? വോളിയം പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്നല്ല പഠിച്ചിരിക്കുന്നതാണ് അവഗാഡ്രോ ലോ. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? 10 ലിറ്ററിൽ എങ്ങനെയാണ് എക്സ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? എക്സ് മോളിക്യൂൾസ് ആണ് 10 ലിറ്ററിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിൽ എത്രയായിരിക്കും ഉണ്ടാകുന്നത്? x/10 അല്ലേ? x/10 മോളിക്യൂൾസ് ആയിരിക്കും 1 ലിറ്ററിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 ലിറ്റർ ഓഫ് ഹൈഡ്രജനിൽ എത്രമാത്രം മോളി ഉണ്ടെന്നല്ലേ ഇത്. അപ്പോൾ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 5 ലിറ്റർ. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 1 ലിറ്ററിൽ എന്തുണ്ട്? x/10 അല്ലേ? 1 ലിറ്ററിൽ x/10 ആണുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നിങ്ങളുടെ ക്യാൻസൽ ആയിട്ട് പോകും. അതായത് x/2 അല്ലേ? 5 ലിറ്ററിൽ x/2 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അപ്പോൾ എന്താണ്? 3x കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുടെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം 10 ലിറ്ററിൽ എത്രയാണ്? എക്സ് മോളിക്യൂൾസ് ആണുള്ളത് അല്ലേ? 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾസ് ആണുള്ളത്. അതായത് അറിയാം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 10 ലിറ്ററിലാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് 3x മോളിക്യൂൾസ്. അപ്പോൾ എങ്ങനെ എഴുതാം? 3x ഇല്ല 3x മോളിക്യൂൾസ് ഇല്ല 3x മോളിക്യൂൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 3 ഇൻറ്റു എക്സ് മോളിക്യൂൾസ് 10 ലിറ്റർ ആണ്. അപ്പോൾ 3x മോളിക്യൂൾസ് ആകുമ്പോൾ 3 ഇൻറ്റു 10 ലിറ്റർ അല്ലേ? 3 ഇൻറ്റു 10 ലിറ്റർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ലിറ്റർ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇത് അവഗാഡ്രോ ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The gases carbon dioxide and sulfur dioxide are kept at STP. Their volume is എത്രയാണ്? 112 ലിറ്റർ. എന്താണ് പറഞ്ഞിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ STP യിൽ സ്ഥിതി ചെയ്യുന്നു. അവയുടെ വ്യാപ്തം 112 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? അതായത് STP യിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. STP യിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യമാണ് 22.4 ലിറ്റർ. ഇനി എന്താണ്? വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലല്ലോ, 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാസാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പം നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പം നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വോളിയത്തിൻ്റെ കേസിൽ വരുമ്പോൾ ഗിവൺ വോളിയം ഇല്ലേ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP ഇല്ലേ? വോളിയം അറ്റ് STP നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഗിവൺ വോളിയം എത്രയാണ്? 112 എന്ന് തന്നിട്ടുണ്ട്. വോളിയം അറ്റ് STP എന്ന് പറയുമ്പോൾ 22.4 വരും അല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 5 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട്സ് മാസ് ഓഫ് ഇല്ലേ? മാസ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാസ് ഓഫ് എങ്ങനെ എഴുതാം? മാസ് ഇല്ലേ? മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് എത്രയാണ് വരുന്നത്? 44 ആണ് വരുന്നത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പം 5 ഇൻറ്റു 44 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 220 ഗ്രാം എന്ന് വരും. 220 ഗ്രാം മാസ് ഓഫ് 122 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SO2 തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്മാത്രകൾ അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്താണ്? അവഗാഡ്രോ നമ്പർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ നമ്മൾ എന്നെ എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുവാണ്. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്? 5 ആണല്ലേ? 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കുക. എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP ഈസ് ഗിവൺ ബിലോ. STPയിൽ കൊടുത്തിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. CH4 + 2O2 ഗീവ്സ് CO2 + 2H2 എന്നാണ്. ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ?
എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥേൻ ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ള എന്താണ്? 1 മോൾ മീഥേൻ ആണല്ലോ, അവിടെ എത്രയാണ്? 2 മോൾ ഓക്സിജൻ ആണ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ 10 മോൾ, മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? ഇത് 1 മോൾ കേട്ടോ, 1 മോൾ CH4, 1 മോൾ CH4 എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 2 മോൾ അല്ലേ, 2 മോൾ ഓക്സിജൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 10 മോൾ അല്ലേ, 10 മോൾ ഓക്സിജന് വേണ്ടി എത്രമാത്രം മീഥേൻ ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഇതാ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് അല്ലേ കണ്ടുപിടിക്കണം. അപ്പം x × 2 = 10 × 1 എന്ന് എഴുതാം. ഓർ x = 10/2, അതായത് ഇതാണ് 5 എന്ന് വരും. അതായത് 5 മോൾ എന്നാണ് വരുന്നത്. അതായത് 10 മോൾ കേട്ടോ, 10 മോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാൻ എത്രമാത്രം മീഥേൻ ആവശ്യമായിട്ടുണ്ട്? 5 മോൾ കേട്ടോ, 5 മോൾ എന്ന് എഴുതാം. 5 മോൾ മീഥേനാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി എന്താണ്? കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റൈൻഡ് ഇഫ് 64 gram ഓഫ് മീഥേൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. 64 gram മീഥേൻ പൂർണ്ണമായും ജ്വലിക്കാൻ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാസ്, വ്യാപ്തം എന്നിവ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അതായത് 64 gram മീഥേൻ കേട്ടോ, 64 gram മീഥേൻ ആണ് അവിടെ എന്താണ് ബേൺ ചെയ്യേണ്ടത് കേട്ടോ, പൂർണ്ണമായിട്ടും ജ്വലിക്കണം. അപ്പോൾ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് വേണം? അതിൻ്റെ മാസും വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇല്ലേ, എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആദ്യമേ കണ്ടുപിടിക്കല്ലേ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് മാസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഇല്ലേ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഇല്ലേ. ഗിവൺ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 64 ഇല്ലേ, 64 gram മീഥേൻ ആണ്. മോളാർ മാസ് മീഥേൻ തന്നിട്ടുണ്ട് 16 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ 4 വരും ഇല്ലേ, 4 മോൾസ് ഇല്ലേ. 64 gram മീഥേൻ പൂർണ്ണമായിട്ടും ബേൺ ചെയ്യാൻ വേണ്ടി എത്രയാണ്? 4 മോളാണ്. 4 മോൾ മീഥേൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 1 മോൾ ഇല്ലേ, 1 മോൾ മീഥേന് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 4 മോൾ ഇല്ലേ, 64 gram എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 മോളാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം? 1 മോൾ CH4 എത്രയാണ്? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 4 മോൾ അല്ലേ, 4 മോൾ എന്ന് പറഞ്ഞാണ് 64 gram. 4 മോൾ CH4 എത്ര ആവശ്യമായിട്ടുണ്ട്? 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ മാസ് കണ്ടുപിടിക്കാമല്ലോ. മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ നമ്മുടെ എന്താണ് ഈ ഇക്വേഷൻ തന്നെ ഇല്ല, മാസ് ഗിവൺ മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മോളാർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്. മോളാർ മാസ് എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ? തന്നിട്ടുണ്ട് 44 അല്ലേ, 44 ആണ്. 44 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 176 gram എന്ന് വരും കേട്ടോ. മാസ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമ്മളവിടെ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. വോളിയം ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാമല്ലോ, നമ്പർ ഓഫ് മോൾസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? വോളിയം ഇല്ലേ, വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വോളിയം അറ്റ് STP ഇല്ലേ, അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വോളിയം ഇല്ലേ, വോളിയം അറ്റ് STP. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു വോളിയം അറ്റ് STPയിൽ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 22.4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 89.6 എന്ന് വരും. 89.6 ലിറ്റർ ആണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6th one. The size of an air bubble coming up from the balloon of an aquarium increases. എയർ ബബിളിൻ്റെ എന്താണ് സൈസ് കൂടുകയാണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് പോകുന്തോറും അതിൻ്റെ സൈസ് കൂടുകയാണ്. അത് വോളിയം കൂടുകയെന്ന് പറയുന്നത്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ടു വിച്ച് ഗ്യാസ് ലോ ഡസ് ദി സിറ്റുവേഷൻ റിലേറ്റ്? വോളിയം ഇൻക്രീസ് ചെയ്യുക. അക്വേറിയത്തിൻ്റെ മുകളിലോട്ട് പോകുന്തോറും വോളിയം ഇൻക്രീസ് ചെയ്യുക. അപ്പം വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പ്രഷർ എങ്ങനെയായിരിക്കും? പ്രഷർ കുറവായിരിക്കും അല്ലേ. പ്രഷർ കുറയുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഏത് ലോ ആണ് ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പ്രഷറും വോളിയുമായിട്ടുള്ള ഏതാണ്? ബോയിൽസ് ലോ ആണ് അല്ലേ, ബോയിൽസ് ലോ. സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എഴുതുക കേട്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട്. ബോയിൽസ് ലോ ആണ്. സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ദാറ്റ് ഈസ് എ ബോയിൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th one. എന്താണ്? എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കണ്ടെയ്ൻ 176 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്.
അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സാമ്പിളിൽ എത്രയാണ് 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്യാസിൽ കേട്ടോ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സാമ്പിൾ അറ്റ് STP ഈ സാമ്പിളിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായി. അതുപോലെ തന്നെ ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് ദിസ് എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്രയും അളവ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും എത്ര ഗ്രാം കാർബൺ ജ്വലിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് ഓൾറെഡി അറിയാം ഇല്ലേ? മോളിക്കുലാർ മാസ് അത് നമുക്ക് ആദ്യം എഴുതുക കേട്ടോ. മോളിക്കുലാർ മാസ് നമുക്ക് ആദ്യം എഴുതാം. മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണിൻ്റെ ആറ്റോമിക് മാസ് വന്നിട്ടുണ്ട്. അപ്പം എത്ര വരും? 44. ഓൾറെഡി നമുക്കറിയാം ഇല്ല, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്ത് നോക്കോട്ടോ. 44 ആണ് വരുന്നത്. പിന്നെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എത്രയാണ്? 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് 176 ഗിവൺ മാസ് വന്നിട്ടുണ്ട്. ദെൻ മോളിക്കുലാർ മാസ് കണ്ടുവച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 176 ഡിവൈഡ് ബൈ 44 എന്ന് പറയുമ്പോൾ 4 മോൾസ് എന്ന് വരും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഇനി വോളിയം ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചാൽ പോരെ? അടുത്ത എന്താണ്? വോളിയം ഓഫ് 1 കേട്ടോ. വോളിയം ഓഫ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP എത്രയാണ്? നമുക്കറിയാം. എത്രയാണ്? 22.4 ഇല്ലേ? അത് നമുക്കറിയാം. 22.4 ലിറ്റർ നമുക്കറിയാം. ഇനി വോളിയം ഓഫ് 4 മോൾസിന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വോളിയം ഓഫ് 4 മോൾസ് ഓഫ് അല്ലേ? വോളിയം ഓഫ് 4 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP എങ്ങനെ വരും? ദാറ്റ് ഈസ് 4 × 22.4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 87.6 ലിറ്റർ എന്നും കിട്ടും കേട്ടോ. വോളിയം STPയിലുള്ള വോളിയം നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും അളവ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കാൻ എത്ര ഗ്രാം കാർബൺ അവിടെ ജ്വലിക്കണം? ഗ്രാം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ നോക്കിയേ? കാർബണും ആണല്ലേ. അപ്പം എന്താണ്? ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് എങ്ങനെയാണ്? കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം 1 മോൾ ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് എഴുതാം കേട്ടോ. 1 മോൾ ഓഫ് കാർബൺ ഗീവ്സ് എത്രയാണ്? 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയല്ലേ പറഞ്ഞിരിക്കുന്നത്? 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയാണ്? 4 മോൾ കാർബൺ അവിടെ ബേൺ ചെയ്യണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എങ്ങനെ എഴുതണം? ഫോർ ഒപ്റ്റെയിനിങ് ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ഫോർ ഒപ്റ്റെയിനിങ് 4 മോൾസ് കേട്ടോ. 4 മോൾസ് ഓഫ് CO2 4 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 4 മോൾസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ എഴുതുക കേട്ടോ. ഷുഡ് ബി ബേൺ therefore എങ്ങനെ എഴുതാം? മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 ആണ്. നമുക്കറിയാം 12 ആണ്. അതായത് 1 മോൾ കാർബണിൻ്റെ മാസ് എന്ന് വെച്ചാൽ 12 ആണ്. അപ്പം മാസ് ഓഫ് 4 മോൾ അല്ലേ? മാസ് ഓഫ് 4 മോൾസ് ഓഫ് കാർബൺ എത്ര വരും? 4 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2H2 plus O2 gives 2H2 is equation of formation of water ആണ്. What is the mass of O2 gas needed to get 36 gram water? അതായത് 36 ഗ്രാം ജലം ലഭിക്കാൻ ആവശ്യമായ O2 വാതകത്തിൻ്റെ മാസ് എത്രയാണ് വരുന്നത്? 32 അല്ലേ വരുന്നത്? 16 അത്രയും വരും. Then find the volume of H2 gas needed to get 22.4 liter of H2O vapor at STP. STPയിൽ 22.4 ലിറ്റർ H2O വാതകം ലഭിക്കാൻ ആവശ്യം H2 വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. H2 വാതകത്തിൻ്റെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിന്ന് 2 മോൾ അല്ലെ? 2 മോൾ ഹൈഡ്രജൻ എന്താണ്? 2 മോൾ വാട്ടർ ഇവിടെ കിട്ടുന്നുണ്ട്. 2 മോൾ ഹൈഡ്രജന് 2 മോൾ വാട്ടർ ഇവിടെ കിട്ടുന്നു. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ എത്രയായിരിക്കും കിട്ടുന്നത്? 1 മോൾ വാട്ടർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ക്ലിയറാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 22.4 ലിറ്റർ H2O പറഞ്ഞെങ്കിൽ എന്തുമാത്രം വോളിയം ഓഫ് H2 ആയിരിക്കും ആവശ്യമായിട്ടുള്ളത്? 22.4 അല്ലേ? 22.4 ലിറ്റർ തന്നെയായിരിക്കും ആവശ്യമായിട്ടുള്ളത്. അടുത്ത നോക്കുക.
If we take 4 gram of hydrogen, how much gram of oxygen should be taken to react completely with this hydrogen? അതായത് 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രജനുമായി പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഓക്സിജൻ ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുക ഇല്ലേ, 4 ഗ്രാം ഇല്ലേ, 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഓക്സിജൻ ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ് വരുന്നത്? എത്ര ഗ്രാം ഓക്സിജൻ ആവശ്യമാണ്? 4 ഗ്രാം ഹൈഡ്രജനാണ് എടുക്കുന്നത്. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ ആകുമ്പം എത്ര ഗ്രാം ഓക്സിജൻ ആവശ്യമായിട്ടുണ്ട്? ദാറ്റ് ഈസ് 32 അല്ലേ, 32 ഗ്രാം ഓക്സിജൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. ശരിയല്ല? നമ്മുടെ ഇക്വേഷൻ എന്താ പറഞ്ഞിരുന്നത്? 2H2 + O2 ഗീവ്സ് 2H2 എന്നാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രാമിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ 4 ഗ്രാം അല്ലേ, 4 ഗ്രാം ഹൈഡ്രജൻ പ്ലസ് 32 ഗ്രാം ഓക്സിജൻ അല്ലേ ഗീവ്സ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 36 ഗ്രാം H2 എന്നല്ല വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ, ആൻസർ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ 32 ഗ്രാം എന്താണ് ഓക്സിജൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. ആൻസറായിട്ട് എഴുതാനാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാൻ കേട്ടോ. അതാ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കേട്ടോ. 2 moles ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 2 moles ഓഫ് എന്താണ് വാട്ടർ ആണ്. അപ്പോൾ 1 mole ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 1 mole ഓഫ് വാട്ടർ ആണ്. അപ്പോൾ വോളിയം ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു ഗീവ് 22.4 ലിറ്റർ. വാട്ടർ അറ്റ് HTP ഈസ് 22.4 ലിറ്റർ ആണ്. ഇനി 2 mole ഹൈഡ്രജൻ ഗീവ്സ് 1 mole ഓഫ് ഓക്സിജൻ ആണ്. 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 32 ഗ്രാം ഓഫ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. 9th one മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കട്ടെ. 6.022 × 10⁻23 NH3 ആണ് വരുന്നത് ഇല്ലേ. അത് ഇതായിട്ട് വരും. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതുമായിട്ട് NH3 ആണ്. NH3യുടെ കേസിൽ വരുമ്പോൾ ഏതാണ് വരുന്നത്? 17 ഗ്രാം ഇല്ലേ. NH3 വരുമ്പോൾ 17 ഗ്രാം അല്ലേ വരുന്നത്. അപ്പം ഇതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് എ ആണ്. ഇനി 22.4 ലിറ്റർ H2 ഏതാണ് വരുന്നത്? H2 ആകുമ്പോൾ അത്ര 2 ഗ്രാം വരും ഇല്ലേ. അപ്പോൾ ഇത് ബി ആണ് വരുന്നത്. 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പം ഏത് വരും? 44 ഗ്രാം വരും. അപ്പം സി ഇതാണ്. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ് കേട്ടോ. A3 വരണം. A3 വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഇതില്ല, അത് എവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബി ഏതാണ് വന്നിരിക്കുന്നത്? B1 വരുന്നുണ്ട്. B1 വരുന്നതായി A3 വരുന്ന ഇതാണല്ലോ. അപ്പോൾ B1 വരുന്ന ഇതാണ്. സി എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് വരണം? C2 വരണം. C2 വരണം. അപ്പം ഇതാണ് സി ആണ് കേട്ടോ ആൻസറേ. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 10th one ആണ്. The volume of a fixed mass of a gas at 1 atm pressure is 10 liter. What will be its volume if the pressure is increased to 5 atm? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ 5 atm ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലേ. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആകുമ്പോൾ ഏതാണ്? നമ്മുടെ ബോയ്സ് ലോ ആണ് അല്ലേ. അവിടെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ ആപ്ലിക്കബിൾ ഹിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ലോ ആണ്? ബോയ്സ് ലോ ആണ് അല്ലേ. ബോയ്സ് ലോ ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കണം കേട്ടോ. അത് ബി പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? എ പാർട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രഷർ P1 എന്ന് പറഞ്ഞാൽ 1 atm ആണ്. ദെൻ V1 എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ആണ്. ദെൻ പിന്നെ പ്രഷർ P2 5 തന്നിട്ടുണ്ട്, 5 atm തന്നിട്ടുണ്ട്. V2 നമുക്ക് അവിടെ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഏതാണ്? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ഇതല്ല ഇക്വേഷൻ. അതിൽ നമുക്ക് V2 ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പോൾ V2ലേക്ക് നമുക്ക് ഇക്വേഷനെ മാറ്റുക. ഫോർ V2 ഈസ് ഈക്വൽ ടു P1 V1 ഡിവൈഡ് ബൈ P2 എന്നാണ് വരുന്നത്. P1 1 ആണ്, V1 എന്ന് വെച്ചാൽ 10 ആണ്, ഡിവൈഡ് ബൈ P2 എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ആണ് അല്ലേ. അപ്പോൾ 5ഉം ഇതും പോയി 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ് വരുന്നത്? 2 ലിറ്റർ ആണ് വരുന്നത്. V2 2 ലിറ്റർ. ഏത് ലോ ആണ്? ബോയ്സ് ലോ ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എഴുതിയെടുക്കുക, തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്